കുറച്ച് ടോംബോയ് ആണ്. ഈ സിനിമയിൽ എൻ്റെ അടുത്ത് ലാൽ സാറ് എപ്പോഴും പറയും, നീ ഒരു പെണ്ണാവൂ എന്നൊക്കെ പറയും. കാരണം ഇതിൽ കുറേ അധികം പ്രണയരംഗങ്ങളുണ്ട് ദിലീപേട്ടനുമായിട്ട്. അപ്പം എന്നെ ലാൽ സാറ് ഒരുപാട്, ഞാൻ കുറച്ച് ഇപ്പം റഫ് ആൻഡ് ടഫായിട്ട് ഇങ്ങനെ, ഒന്നാമത് എൻ്റെ വോയിസ് അങ്ങനെയാണ്, പിന്നെ ഞാൻ ബാഡ്മിൻ്റൺ പ്ലെയറൊക്കെയാണ്. അപ്പം എനിക്ക് ആ ഒരു ആണത്വം കുറച്ച് കയ്യിലുണ്ട്. അപ്പം എന്താ പറയുക, അതൊക്കെ കുറച്ചു ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആയിരുന്നു ഈ സിനിമയിൽ. ആൻ എന്നുള്ള കഥാപാത്രം ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ ചെയ്യുന്ന മാനറിസംസ് ഒക്കെ ആനിനുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി പെൺകുട്ടിയായിരുന്നു ഇതിലെ ക്യാരക്ടർ. എന്നെ വെച്ച് നോക്കുമ്പോൾ മാനറിസംസ് ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് പെൺകുട്ടിയായി ഞാൻ ഈ സിനിമയിൽ. ഡബ് ചെയ്തത് ഞാനല്ല, വേറൊരു കുട്ടിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ശബ്ദം ജനിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അതെ. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്കും കുറച്ചൊരു ബോൾഡായിട്ടുള്ളൊരു വോയിസാണ്. അച്ഛനായാലും എപ്പോഴും എല്ലാവരും ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് തന്നെയായിരിക്കുമല്ലോ എനിക്കും കിട്ടുക. അപ്പം പക്ഷെ ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനല്ല, വേറൊരു കുട്ടിയാണ്. കാരണം നല്ലൊരു സ്വീറ്റ് ഇന്നസെൻറ്റ് ക്യൂട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വോയിസാണ് വേണ്ടത്. അസൂയയും കുശുമ്പും ഒന്നും ഉണ്ടായിരുന്നില്ല അറിയുമ്പോൾ. ചേച്ചി എന്താ പറയുക, അതിൻ്റെ ഒരു ചേച്ചിയെ പോലെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ക്യാരക്ടറാണ്. ഞങ്ങൾ തമ്മിൽ കുറച്ച് കോമ്പിനേഷൻസേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും മുരളിച്ചേട്ടനുമായിട്ടും കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവരൊക്കെ നമ്മളെ കാണുന്ന രീതി, അല്ലെങ്കിൽ നമ്മളെ ഒരു ന്യൂ കമ്മർ അങ്ങനെയൊന്നും അല്ല അവർ കാണുന്നത്. അവർ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ പോലെ തന്നെ. ഞാൻ ബിഗിനറൊന്നുമല്ല, ഞാൻ ഇവരുടെ കൂടെയുള്ള ഒരാളാണ്. അവരുടെ ലെവലിലേക്ക് എന്നെ അവർ തന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആയിരുന്നു. എൻ്റെ സോങ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാരണം ഞാനൊരു ഡാൻസർ ആയത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഡാൻസാണ്, മ്യൂസിക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പാഷനുള്ളതും ഡാൻസ് മ്യൂസിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എക്സൈറ്റഡും ആയത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഫുൾ സോങ് ഷൂട്ട് എല്ലാം പ്രസന്ന മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ. പ്രസന്ന മാസ്റ്റർ എന്താ പറയുക, എനിക്കൊക്കെ സത്യത്തിലൊരു ഇൻസ്പിറേഷനാണ് പ്രസന്ന മാസ്റ്ററൊക്കെ. നമ്മൾ എങ്ങാനും വീക്ക് ആവുകയാണെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ ഡൗൺ ആണെങ്കിൽ, കമോൺ പാറു കമോൺ എന്നുള്ളൊരു ആ ഒരു ഫീലായിരുന്നു പ്രസന്ന മാസ്റ്റർ എപ്പോഴും. അതുകൊണ്ട് എല്ലാം ഫുൾ ടൈം എനിക്ക് സോങ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഉഷാറായിരുന്നു ഈ സിനിമയിൽ. പ്രൊമോഷൻ സോങ് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ചെയ്തിരിക്കുന്നത്. പ്രൊമോഷൻ സോങ് എനിക്ക് തോന്നുന്നു അതായത് എന്താ പറയുക, അതൊരു ഫണ്ണിയാണ് ആക്ച്വലി. ഭയങ്കരമായിട്ട് ഫൺ ഉണ്ടായിരുന്ന ഒരു സോങ്ങാണ്. കാരണം ഞാനിതിലൊരു ചെറിയ കോമാളിത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അടിച്ചു പൊളിച്ചു ഞങ്ങൾ ഈ പ്രൊമോഷൻ സോങ്. പിന്നെ എൻ്റെ ഇതിലുള്ള ലുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ഉള്ള ഒരാളെ അല്ല, സ്ക്രീനിൽ വരുമ്പം വളരെയധികം ഡിഫറെൻ്റാണ്. എല്ലാവരും ഇതിൽ ആ കോമിക് വേർഷൻ ഉണ്ട്. ഇതിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നുണ്ട് ഞാനിതിൽ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി ഈ പ്രൊമോഷൻ സോങ് കഴിഞ്ഞപ്പോൾ. വളരെയധികം സന്തോഷമുണ്ട് അതിന്. ഞാൻ ഇതിൽ മോഡലായ സ്ഥിതിക്ക് ഇതിൽ മുത്തൂറ്റിൻ്റെ ഒരു ആഡ്, അതായത് ദിലീപേട്ടൻ ചെയ്യുന്ന ഒരു ആഡ് ആയിട്ട് ഇതിൽ മുത്തൂറ്റിൻ്റെ ഒരു ആഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഉള്ള മുത്തൂറ്റിൻ്റെ ആഡാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഞാനൊരു പ്രൊമോഷൻ, അത് പ്രകാശ് വർമ്മ എന്നുള്ള ആളുടെ, അത്രയും വലിയൊരു ഫിലിം ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ലാൽ സാർ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ മുത്തൂറ്റിൻ്റെ ഒരു മോഡലാവാൻ സാധിച്ചു. എനിക്ക് 3 കാര്യങ്ങളാണ് ഒരു ഡെബ്യൂ ഫിലിം കൊണ്ട് കിട്ടുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു പടമാണിത്. ലാൽ സാർ സാധാരണ ചെയ്യുന്നതൊക്കെ ഭയങ്കര കുടുംബ ഇതായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിലൊക്കെ എനിക്ക് എപ്പോഴും കാണുന്ന ചാന്ത് പൊട്ട് ഇസ് മൈ ഫേവറേറ്റ് ഫിലിം. ദിലീപേട്ടനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ആ സിനിമയിലൊക്കെ. അപ്പം അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് മോഡേൺ ആയിട്ട്, ദിലീപേട്ടനായാലും കുറച്ചൊന്ന് പക്ഷേ ദിലീപേട്ടൻ സാധാരണ ചെയ്യുന്ന ഒരു എക്സ്ട്രോർഡിനറി ഒന്നുമല്ല.
വെരി സാധാ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ലൈഫിൽ സാധാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം അതൊക്കെയാണ്. പക്ഷേ എങ്കിലും അറ്റ്മോസ്ഫിയർ ഭയങ്കര മോഡേൺ ആണ് ഈ സിനിമയിൽ. അപ്പോൾ അതാണ് ഒരു ന്യൂ ജനറേഷന്, എനിക്കറിയില്ല എന്താ ന്യൂ ജനറേഷൻ എന്ന്, പക്ഷേ വളരെയധികം മോഡേൺ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരുടെയും രീതിയും വേ ഓഫ് ടോക്ക് കാഷ്വൽ ആയിട്ടുള്ള ആ ഒരു ഫ്രീക്കി അങ്ങനത്തെ ഒരു പടമാണ്. അതിനെ ന്യൂ ജനറേഷൻ കാറ്റഗറൈസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, ലാൽ സാർ ആയതുകൊണ്ട് തന്നെ അതിലും ഒരു എന്താ പറയുക സിംപ്ലിസിറ്റിയും ലാൽ സാറുടെ എല്ലാ പടത്തിലെയും പോലെ തന്നെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേങ്കിലും ഒരു ഡിഫറെൻ്റ് ആണ്. ലാൽ സാർ എപ്പോഴും ചെയ്യുന്ന പടത്തിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് ഏഴ് രാത്രികൾ. തീർച്ചയായിട്ടും ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലുള്ള ഓരോരുത്തരുടെയും ക്യാരക്ടർ മോഡേൺ ആണ്. അതായത് ഒരു അറ്റ്മോസ്ഫിയർ, കുറച്ച് റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ സിനിമയിൽ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കാണുമ്പോൾ ഭയങ്കര റിച്ച്നെസ് ഫീൽ ചെയ്യും. പക്ഷെ ഒരു തരത്തിലുള്ള അശ്ലീലമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. വെരി നോർമൽ മൂവി. ആൾക്കാർക്ക്, ഫാമിലിക്കായാലും യങ്സ്റ്റേഴ്സിനായാലും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, ഈവൻ കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് സുന്ദരരാത്രികൾ. ഹൈ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു മൂവിയാണ്. അത് ലാൽ സാറുടെയാണ് ഐഡിയ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഒരു കറക്റ്റായ കാര്യമാണ്. 7 Days Wonder അത് പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എങ്കിലും അങ്ങനെ ആയിരിക്കാം. അത് ലാൽ സാറുടെ ഐഡിയ ആണ്. എങ്കിലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അതങ്ങനെ തന്നെ ആയിരിക്കും.